നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്രത്തിൻ്റെ സോളാർ പദ്ധതി തട്ടിപ്പ് സംഘത്തിൻ്റെ കൈകളിലോ? വാഗ്ദാനം പെരുമഴയായി സ്വകാര്യ കമ്പനികൾ. 2 മാസമായിട്ടും രജിസ്ട്രേഷൻ നടക്കാതെ പൊതുജനം. കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്കായി മുന്നോട്ട് വച്ച വാഗ്ദാനമാണ് രാജ്യത്ത് 1 കോടി വീടുകളിൽ സോളാർ പദ്ധതി നടപ്പാക്കുമെന്നത്. 1 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെ ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ തുക കേന്ദ്ര സർക്കാർ സബ്സിഡിയായി നൽകും എന്ന പദ്ധതിയാണ് പ്രൈം മിനിസ്റ്റർ സൂര്യഭവന പദ്ധതിയായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. കേരളം പോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായ ഒരു പദ്ധതിയാണ് സോളാർ വൈദ്യുതി പദ്ധതികൾ. വീടുകളിൽ മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് അതിൽ നിന്നും ലഭ്യമാകുന്ന വൈദ്യുതി വീടുകളിലെ ഉപയോഗത്തിന് എടുക്കുകയും ശേഷി കൂടുതലുള്ള സോളാർ പ്ലാന്റ് ആണെങ്കിൽ അധികമായി ലഭിക്കുന്ന വൈദ്യുതി സംസ്ഥാന വൈദ്യുതി ബോർഡിന് വിലയ്ക്ക് കൈമാറുകയും ചെയ്യുന്ന വലിയ സൗകര്യമുള്ള ഒരു പദ്ധതിയാണ് സോളാർ പ്ലാന്റ് പദ്ധതി. പ്രധാനമന്ത്രി രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതി പ്രഖ്യാപിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ഊർജ വകുപ്പ് ഈ പദ്ധതിക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തു. എങ്കിലും മാസങ്ങൾ 2 കഴിഞ്ഞിട്ടും ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ ആൾക്കാർക്ക് കഴിയുന്നില്ല എന്നതാണ് അനുഭവം. കേന്ദ്ര ഊർജ വകുപ്പിൻ്റെ പ്രത്യേക സൈറ്റിൽ കയറി അവരാവശ്യപ്പെടുന്ന വിശദ വിവരങ്ങൾ നൽകി പേര് രജിസ്റ്റർ ചെയ്യുന്ന സംവിധാനം ഒരുക്കി എന്ന അറിയിപ്പ് പുറത്തു വന്നതെങ്കിലും ഇത്രയും കാലമായിട്ടും ഒരാൾക്ക് പോലും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് രജിസ്ട്രേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. ഊർജ വകുപ്പിൻ്റെ സൈറ്റിൽ കയറി പകുതിയോളം പൂർത്തീകരിച്ച് കഴിയുമ്പോൾ സൈറ്റിൽ നിന്നും പിന്നെ വിവരങ്ങൾ ലഭ്യമാകാതെ വരുന്ന സാങ്കേതിക തടസ്സമാണ് പൊതുജനങ്ങളെ വലയ്ക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു വരുന്നുണ്ട്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ലാഭം വലിയ തോതിൽ ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് സോളാർ പ്ലാന്റുകൾ. കേന്ദ്രം വലിയ തുക സബ്സിഡിയായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി ഈ സോളാർ പദ്ധതിയുമായി നിരവധി സ്വകാര്യ കമ്പനികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന ഇത്തരം സ്വകാര്യ കമ്പനികൾ ആരുടെ നിയന്ത്രണത്തിലാണ് എന്ന കാര്യത്തിൽ പൊതുജനത്തിന് വ്യക്തത വന്നിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പരമ്പരാഗത ഊർജ സ്രോതസ്സുകൾ നടപ്പിൽ വരുത്തുന്ന അനർട്ട് എന്ന സ്ഥാപനമാണ് ആദ്യകാലങ്ങളിൽ സോളാർ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തിയത്. സർക്കാർ സ്ഥാപനം എന്ന നിലയിൽ തൃപ്തികരമായ സേവനം നടപ്പിലാക്കാൻ കഴിയാതെ വന്നതോടുകൂടി ജനം ഈ സ്ഥാപനത്തോട് അകന്നു മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേരളം ഒന്നാകെ നിരവധി സ്വകാര്യ കമ്പനികൾ സോളാർ പദ്ധതികളുമായി വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പുതിയതായി ആവിഷ്കരിച്ച സോളാർ പ്ലാന്റുകളുടെ സബ്സിഡി വർധന പ്രകാരം 1 കിലോവാട്ട് പ്ലാന്റ് സ്ഥാപിച്ചാൽ 30,000 രൂപ സത്യത്തിൽ ലഭിക്കും. ഇത് 2 കിലോവാട്ട് ആണെങ്കിൽ 60,000 രൂപ ആയിരിക്കും സബ്സിഡി. 3 കിലോവാട്ടിന് 78,000 രൂപ കേന്ദ്ര സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സബ്സിഡി കഴിഞ്ഞ് ബാക്കി തുക പ്ലാന്റ് സ്ഥാപിക്കുന്ന ഉടമകൾ നൽകുക എന്നതാണ് അവസ്ഥ. പുതിയ പദ്ധതി വന്നതോടുകൂടി സ്വകാര്യ കമ്പനികൾ വലിയ ഓഫറുകളുമായി ജനങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമുള്ള ആൾക്കാർ ഈ ഏജന്റുമാരുടെ സഹായം തേടിയാൽ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തുകൊള്ളും എന്നതാണ് വാഗ്ദാനം. സബ്സിഡിക്ക് പുറമേയുള്ള തുക ബാങ്കുകളിൽ നിന്നും വായ്പയായി തയ്യാറാക്കി കൊടുക്കുന്ന ചുമതലയും ഈ ഏജൻസികൾ ആൾക്കാർക്ക് ഉറപ്പു നൽകുകയാണ്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാമ്പത്തിക നഷ്ടവും ഉണ്ടാകാതെ നേരിട്ട് തന്നെ സർക്കാർ സ്ഥാപനത്തിൽ രജിസ്ട്രേഷൻ നടത്തി പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കൽ. എന്നാൽ 1 കോടി വീടുകളിൽ ഇത് സ്ഥാപിക്കുക എന്ന പുതിയ നിർദ്ദേശം വന്നതോടുകൂടി ലോട്ടറി അടിച്ച അവസ്ഥയിലാണ് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്വകാര്യ ഏജൻസികൾ. സർവീസ് ചാർജ് തുടങ്ങിയ ഒരു ചിലവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുമെങ്കിലും കാര്യം അടുത്ത് കഴിയുമ്പോൾ വലിയ തുക ഇൻസ്റ്റലേഷൻ ചാർജായി ഈ കമ്പനികൾ ഈടാക്കുന്നു എന്ന പരാതിയുമുണ്ട്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് കേന്ദ്ര ഊർജ വകുപ്പിൻ്റെ കീഴിലുള്ള സൈറ്റിൽ രജിസ്ട്രേഷൻ തടസ്സപ്പെടുന്നത് എന്ന കാര്യത്തിലും ഒരന്വേഷണം ഉണ്ടാകേണ്ടതാണ്. വേനൽക്കാലം വന്നതോടുകൂടി
മുന്നറിയിപ്പുകളില്ലാതെ വൈദ്യുതി ബോർഡ് കറണ്ട് കട്ട് ചെയ്യുന്ന സ്ഥിതി പതിവായപ്പോൾ പലരും ഗൗരവമായി സോളാർ പ്ലാന്റുകളുടെ കാര്യത്തിൽ ആലോചന നടത്തുകയാണ്. എങ്ങനെയെങ്കിലും സോളാർ പ്ലാന്റ് സ്ഥാപിച്ച് ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് പൊതുജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ ശ്രമങ്ങളെ തടയുന്ന കേന്ദ്ര ഊർജ വകുപ്പിൻ്റെ ഇപ്പോഴുള്ള തടസ്സങ്ങൾ അടിയന്തിരമായി പരിഹരിച്ചുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും സോളാർ പ്ലാന്റിന് വേണ്ടിയുള്ള രജിസ്ട്രേഷനുകൾ നേരിട്ട് സ്വീകരിച്ച് ജനങ്ങളെ സഹായിക്കുന്നതിന് അടിയന്തര നടപടി ഉണ്ടാകണം എന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് രംഗത്ത് വന്നിട്ടുള്ള സ്വകാര്യ ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനും ഗുണനിലവാരമുള്ള സോളാർ പാനലുകൾ അടക്കം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകുന്നതിനുമുള്ള ആവശ്യകതയും പൊതുജനം മുന്നോട്ട് വയ്ക്കുകയാണ്. നന്ദി.